ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ മങ്കിപ്പുഞ്ചിനെ പറ്റി പറയുവാനാണ്. ജപ്പാനിലെ സൂവിൽ അമ്മയാൽ തിരസ്കരിക്കപ്പെട്ട മങ്കിപ്പുഞ്ചിനെ പറ്റി അറിയാത്തവർ ഇന്ന് ആരുമില്ല. എന്തോ കാരണം കൊണ്ട് മങ്കിയുടെ പുഞ്ചിൻ്റെ മമ്മി പുഞ്ചിനെ തിരസ്കരിച്ചു. പാലും ഭക്ഷണവും ഒന്നും കൊടുക്കാതെയായി, കൂടെ കിടത്താതായി. മങ്കിപ്പുഞ്ചിന് ആകെ വിഷമമായി. മങ്കിപ്പുഞ്ചിന് ഈ സങ്കടം കണ്ട് സൂവിലെ ജീവനക്കാർ ഒരു സ്റ്റഫ്ഡ് മങ്കിയെ നൽകി. കുഞ്ഞു പുഞ്ച് കരുതി ഇത് എൻ്റെ മമ്മിയാണ് എന്ന് കരുതി ആ മങ്കി ഈ സ്റ്റഫ്ഡ് മങ്കിയുമായിട്ട് മമ്മിയെ സ്നേഹിക്കുന്നത് പോലെ ഊണിലും ഉറക്കത്തിലും മമ്മിയെയും കൊണ്ട് നടന്നു. ഇത് ലോക ശ്രദ്ധയെ തന്നെ ആകർഷിച്ചു. കൊലപാതകങ്ങളും യുദ്ധങ്ങളും കണ്ടുമറന്ന മടുത്ത ലോകത്തിന് ഇതൊരു അത്ഭുത കാഴ്ചയായിരുന്നു. അമ്മയെ എത്രമാത്രം മക്കൾ മിസ് ചെയ്യുന്നു എന്നും അമ്മ മിസ് ചെയ്താൽ തന്നെ എങ്ങനെ അതിനെ അതിജീവിക്കാം എന്നും ഈ കുഞ്ഞു പുഞ്ചുക്കുട്ടൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഞങ്ങൾ നെല്ലിയാമ്പതിയിൽ ചെന്നപ്പോഴും ഒത്തിരി കുഞ്ഞു മങ്കീസിനെ, കുഞ്ഞു പുഞ്ചൂസിനെ കാണാൻ സാധിച്ചു. അമ്മമാര് എത്ര സ്നേഹത്തോടും കരുതലോടും കൂടിയാണ് അവരുടെ മാറിൽ ചുമന്നുകൊണ്ട് നടന്ന് ഭക്ഷണം യാചിക്കുന്നത്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഈ കുഞ്ഞു പുഞ്ചുകളെ കാണുമ്പോൾ നിങ്ങൾ ഭക്ഷണമൊക്കെ കരുതി കൊണ്ട് പോകണം, കുറച്ചൊക്കെ അവർക്ക് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ മങ്കിപ്പുഞ്ച് ഒരു വലിയ പാഠമാണ് ലോകത്തിന് മുമ്പ്, അതിജീവനത്തിൻ്റെ ഒരു പാഠമാണ് ലോകത്തിൻ്റെ മുമ്പിൽ നമുക്കായിട്ട് തുറന്നു കാണിച്ചിരിക്കുന്നത്. വളരെ സന്തോഷമല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലോകത്തിൽ നടക്കുന്നത്? പുറത്തേക്ക് റീൽസായിട്ടും മറ്റു കാര്യങ്ങളുമായിട്ടും പുറത്തു വന്ന് നമ്മുടെയൊക്കെ ഈ മനസ്സിൻ്റെ ഈ ടെൻഷനെല്ലാം മാറ്റി നമ്മുടെ വീട്ടിലുള്ള അമ്മമാരെയൊക്കെ എത്രമാത്രം സ്നേഹിക്കണമെന്ന് ഒരു കൊച്ചു കഥകളിൽ കൂടി, കൊച്ചു സംഭവങ്ങളിൽ കൂടി ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കാണുന്നു നമ്മുടെ മങ്കിപ്പുഞ്ചിൻ്റെ കഥ.